കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് മധുരം വിതരണം ചെയ്തു. ഡിവൈഎഫ്ഐ കായംകുളം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മധുര വിതരണം നടത്തിയത്. ബസ് സ്റ്റാൻഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വിദ്യാർത്ഥികളുടെ ന്യായമായ സമരത്തിന് മുന്നിൽ കേന്ദ്ര ഗവൺമെന്റ് മുട്ടുമടക്കുകയാണ്. അതിനുള്ള സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് കായംകുളം ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള മധുര വിതരണമാണ് കായംകുളം ബസ് സ്റ്റാൻഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചാണ് മധുര വിതരണം നടത്തിയത്. ഡിവൈഎഫ്ഐ കായംകുളം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ KSRTC ബസ് സ്റ്റാൻഡിലായിരുന്നു മധുര വിതരണം. ബ്ലോക്ക് സെക്രട്ടറി മുഹമ്മദ് ജുറൈജ്, പ്രസിഡന്റ് അഖിലസ് ടി, ട്രഷറർ അതുൽജിത്ത്, ആശ, സനൂജ്, ലെനിൻ, ജിജോ, നൌഫൽ, കാശി എന്നിവർ നേതൃത്വം നൽകി. ദിവസങ്ങളായിട്ട് നടക്കുന്ന അതിശക്തമായിട്ടുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായ നടപടികൾക്കെതിരെ നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സമരത്തിന് അതിന്റെ ഒരു ഫലം ഇന്നത്തെ അവരുമായിട്ടുള്ള ചർച്ചയിൽ നേടിയെടുക്കുകയുണ്ടായി. നമുക്കറിയാം, ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ സമരത്തിന്റെ മുദ്രാവാക്യം, ഈ സമരവുമായിട്ട് ബന്ധപ്പെട്ട് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്ന്. ആ ആവശ്യം ഇന്ന് യാഥാർത്ഥ്യമാകുകയാണ്. ഒരു ഭരണകൂടത്തിന് മുന്നിലും ഒരു യുവജനതയുടെ പോരാട്ടം, ആ പോരാട്ടത്തിന്റെ ഫലമാണ് ഇന്ന് കേന്ദ്ര ഗവൺമെന്റ് ആ സമരത്തിന് മുന്നിൽ മുട്ടുകുത്തേണ്ട അവസ്ഥ ഇന്ന് രാജ്യം കാണുകയുണ്ടായി. ഡിവൈഎഫ്ഐ സംബന്ധിച്ചിടത്തോളം ഈ സമരവുമായിട്ട് ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ മുഴുവൻ കേന്ദ്രങ്ങളിൽ നിന്നും അതിൻ്റെ സമര വളണ്ടിയർമാർ ഈ സമരത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്ന വേളയിൽ തന്നെയാണ് ഈ വലിയ ഒരു മഹാവിജയം, ഈ സമരത്തിൻ്റെ ഒരു വിജയം ഞങ്ങൾ അറിയുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് മുഴുവൻ ബ്ലോക്ക് കേന്ദ്രങ്ങളിലും ഡിവൈഎഫ്ഐയുടേതായിട്ടുള്ള ആഹ്ലാദ പ്രകടനങ്ങൾ അടക്കം നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കായംകുളം.